ചേച്ചി എന്നെ ഇരുത്തിയതാ. ചേച്ചി ബാറ്റർ ബലൂൺ വാങ്ങിയിട്ട് ചേച്ചി അങ്ങോട്ട് പോയി. അവളെ ഞാനൊന്ന് ശരിയാക്കി കൊടുക്കാം. വലുതായെന്നൊരു വിചാരം പോലും അവൾക്കില്ല. ഈ കൊച്ചിനെ മേലെ ചേച്ചി ഇരുത്തിയിട്ട് ഇങ്ങോട്ട് വാ, ഏതെങ്കിലും മണ്ട കയറുന്നതിനെ ശരിയാക്കും ഞാൻ. ഞാനല്ലമ്മേ, ഞാനല്ല ചേച്ചിയാ. എന്താ അമ്മേ ഇവിടെ എന്തിനാ കരയുന്നേ? എന്താ ഇങ്ങനെ നീ കാട്ടിക്കൂട്ടുന്നൊക്കെ? കൊച്ചിനെ എടുത്ത് ടേബിളിന്റെ മണ്ടയിൽ കയറ്റിച്ചാ അവൾ താഴോട്ട് വിടില്ലേ? നീ ഒന്നിനെ വലുതല്ലേ, നിനക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ, ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലേ? നീ അവളെക്കാട്ട് വലുതല്ലേ കിങ്ങിണി? എന്നിട്ടാണ് നീ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നേ? അമ്മ അത് അവളെ എന്റെ ബാറ്റർ ബലൂൺ എടുക്കുന്ന വെച്ചിട്ടാണ് ഞാൻ അവളെ മണ്ടക്കേറ്റി എടുത്തത്. അപ്പൊ അവൾക്ക് വേഗം ഇറങ്ങി വരാൻ പറ്റൂലല്ലോ. എന്റെ ദൈവമേ, ഈ കൊച്ചുങ്ങളെ കൊണ്ട്. അമ്മ ചേച്ചിനെ ചീത്ത പറയമ്മേ, ചീത്ത പറയമ്മേ ചേച്ചിനെ. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. എനിക്ക് ഇങ്ങനെ അതൊക്കെ ഒന്ന് വിട്ടേ. നീ വെറുതെ ചെറിയ കുട്ടികളെ പോലെ ഇതൊക്കെ അമ്മക്ക് തീരെ വയ്യാന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ പോയിട്ട് ചോറ് വരെ കാച്ചിട്ട് അടിച്ചു വരെ തുടച്ച് വേഗം വരും. അങ്ങനെ നീ കുളിക്കുമ്പോൾ നല്ലോണം നോക്കിയാണ്. അമ്മ നാളും വരാം അമ്മ, നാളും ഉണ്ടാവും അമ്മ എന്റെ വീട്ടിക്ക്. ഇത് നോക്കി കിങ്ങിമോളെ, അമ്മക്ക് നിന്നെ എടുത്തിട്ട് ഒരുപാട് ദൂരം നടക്കാൻ പറ്റില്ല. ഓട്ടയൊന്നും ഉണ്ടാവില്ലല്ലോ. അമ്മ വരുന്നവരെ ചേച്ചിന്റെ അടുത്ത് നല്ല മോളായിട്ട് ഇരിക്കണം കേട്ടോ. ശരി അമ്മ. അമ്മ സെറ്റ് സെറ്റ്. അമ്മ ഒന്നോട് പേടിക്കണ്ട, അമ്മ പോയിട്ട് വാ. ഇവിടെ ഞാൻ നോക്കിക്കോളൂ. അല്ലേ കുളിക്കുമ്പോളെ? ആണോ ചേച്ചിന്റെ അടുത്ത് നിന്നോളമ്മേ. നല്ല മക്കളെ മിടിക്കല് അങ്ങനെ വേണം. ഇത് നോക്കി കിങ്ങിമോളെ, അമ്മ പോയാലേ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കാം. നീ എന്റെ കൂടെ നിൽക്കുമല്ലോ? ആ ഞാനും നിക്കാം. എനിക്ക് പഞ്ചസാര വേണോ? ഓക്കെ സെറ്റ് സെറ്റ് ചേച്ചി. എന്താ രണ്ടാം കൂടി കൂടാലോചന? ഒന്ന് ഒപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ വരുവേ. ഒന്നുമില്ല അമ്മ, വേഗം പോയിട്ട് വാ. ആ അമ്മ ചേച്ചിന്റെ കൂടെ നിന്നോളാം. ശ്രദ്ധിക്കുന്നോളേട്ടോ. അവൾ നല്ലോണം നോക്കണേ, അമ്മ പെട്ടെന്ന് വരാട്ടോ. ആ ഓക്കെ അമ്മേ. എന്റെ കുളിക്കുമ്പോളെ ഈ അമ്മ ഇതൊക്കെ എവിടെയാ കൊണ്ടുവച്ചേ? ഇവിടെ ഒന്നും കാണാനില്ലട്ടാ. ചേച്ചി എന്താ ചെയ്യുന്നേ? നീ കറുത്തിട്ട് സാധനം കാണലുണ്ടോ? അമ്മ കറിയിലൊക്കെ ഇടുന്നേ പുളി പുളി. നമുക്കന്ന് തന്നിട്ട് ഭയങ്കര പുളിയേനു, അത് കണ്ടിട്ടുണ്ടോ? അതൊക്കെ അമ്മ ഇട്ടിട്ട് പൂത്തി വെച്ച് കാണാൻ കണ്ടതാ. എന്നാ പിന്നെ നിനക്ക് ആദ്യം ഇത് പറഞ്ഞിട്ട് തൊളിച്ചാ പോരെ? വെറുതെ മനുഷ്യരെ മെനക്കെടുക്കാൻ. ചേച്ചി അങ്ങോട്ട് പോന്നിട്ട് നാനും ഉണ്ട്. എനിക്ക് പഞ്ചസാര ഇട്ടിട്ട് വന്നിട്ട് നീയേ തന്നെ തന്നെ എടുത്ത് കഴിച്ചാ മതി. നീ എന്നെ പറ്റിച്ചതല്ലേ. ചേച്ചി ടി വി കാണാനോ? എനിക്ക് ബിസ്ക്കറ്റ് ഇട്ട് വരുമോ? എനിക്ക് കിട്ടാതൊന്നും എനിക്കും കിട്ടണം. നീ അവിടെ ഇരിക്കും. ആ കാത്തു ആട് പറഞ്ഞു മാവോ, നാണോ നിങ്ങളെ കാത്തു. ആ ഒന്ന് മിണ്ടാണ്ടിരിക്കടി. പിന്നെ കുളിക്കുമ്പോളെ നിനക്കൊരു കഥ പറഞ്ഞല്ലോ. ആ ചേച്ചി എന്നെ കഥ പറഞ്ഞിട്ടന്നെ. എന്നാ നീ റൂമിക്ക് വാ, റൂമിക്ക് കിടക്ക്. പണ്ടേ അമ്മമ്മയൊക്കെ പറഞ്ഞൊരു കഥയുണ്ട്, ഒരു പ്രേതകഥ. നിനക്ക് വല്ലതും അറിയോ? നീയൊക്കെ അന്ന് ചെറുതാ, നീയൊക്കെ അമ്മന്റെ വയറ്റില്ല. അപ്പൊ എന്റെ പ്രേതകഥ. അതേ നമ്മളൊക്കെ ഒറ്റക്കാവുമ്പളേ നമ്മളൊക്കെ പിടിച്ചോണ്ടാവും. അങ്ങനത്തെ പ്രേതങ്ങളാ നമ്മളെ വീടിന്റെ ചുറ്റിനുണ്ട്. കിങ്ങിണിമോളും കുണിക്കുമോളും ഒക്കെ പിടിച്ചോണ്ടാവും. എന്നെ ചിലപ്പോ പിടിക്കൂല, കാരണം ഞാൻ വലിയ കുട്ടിയല്ലേ. കുണിക്കുമോള് ചെറുതായതുകൊണ്ട് ചിലപ്പോ കുണിക്കുമോളെ പിടിക്കും. എനിക്ക് പേടാവുന്ന ചേച്ചി, കള്ളം പറയല്ലേ. എന്റെ കുണിക്കുമോളെ സത്യം പറയണേ, ഞാനെന്താ കള്ളം പറയണേ? നീ വാങ്ങി അമ്മ അമ്മനോട് ചോദിച്ചോക്ക്. ഒറ്റയ്ക്കൊക്കെ നിൽക്കുമ്പോഴാണ് വരിക. കുണിക്കുമോക്ക് പേടാവുന്നുണ്ട്, കുണിക്കുമോക്ക് പേടാവുന്നുണ്ട്. അമ്മ കുണിക്കുമോളെ ഒറ്റ കച്ചു പോയി. ഈ മണ്ടത്തിയാണ് എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നോണ്ട് എങ്ങനെയും പറ്റാം. ഇത് നോക്കി കുളിക്കുമ്പോളെ, നീ തല പൊന്തിക്ക്. അമ്മ പുളിന്റെ താക്കോൽ എവിടെ വെച്ചേ? നേരെ പറ ചേച്ചിനോട്. ചേച്ചി കണ്ടിട്ടില്ല, അമ്മ പുളി വെക്കുന്നതാ കണ്ടിട്ടുള്ളൂ, ചാവിന കണ്ടിട്ടില്ല. കുളിക്കുമ്പോളെ ഇത് നോക്ക്, കള്ളം പറയരുത് കേട്ടോ. കള്ളം പറയുന്ന കുട്ടികളെയാണ് പ്രേതം പിടിച്ചോണ്ടുപോവാ. സത്യ ചേച്ചി, എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അമ്മ വന്നോ? എവിടെ? ആ അമ്മ വന്നോ? ഇതെന്തൊക്കെയാ അമ്മേ? ബാഗ് തീർത്തിട്ടുണ്ടല്ലോ. ഇതാ ഇതിന് മിഠായി ഉണ്ട്. മാമ ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ കുറച്ച് മിഠായി തന്നെ വെച്ചിരുന്നു അമ്മ. ഇത് കഴിച്ചോ. കുളിക്കുമ്പോൾ കൊടുക്കാം. അവളെവിടെ? ആ അവൾ അതുണ്ട്, ഇങ്ങെടുക്കാം. അവള് വരുന്നതിന് മുന്നേ നല്ല മിഠായികളൊക്കെ അടിച്ചു മാറ്റാം. ഇല്ലെങ്കിൽ നല്ല അമ്മ അവക്ക് കൊടുക്കും, അല്ലാത്തൊക്കെ എനിക്കും തരും. കുനിക്കുമോക്ക് പേജാവുന്നേ, കുനിക്കുമോക്ക് പേജാവുന്നേ. അതുള്ള കുനിക്കുമോളെടുത്ത് എന്റെ കൊച്ചിനെ കണ്ട പറ്റിയ എന്താ അമ്മ കുനിക്കുമോൾ ഒറ്റക്കാക്കിട്ട് പോയില്ലേ. കുനിക്കുമോക്ക് പേജായിട്ട് കുനിക്കുമോൾ കരഞ്ഞേ. അതിന് ഇവിടെ എന്താ പേടിക്കാനുള്ള കുനിക്കുമോളെ?
പൊന്നു ചേച്ചി, ഇവര് പേരുണ്ട്. നമ്മൾ ഒറ്റക്ക് നിന്നാല് പേര് നമ്മൾ വന്ന് പിടിച്ച് കൊണ്ടുപോയി. എന്റെ ദൈവമേ, അവൾ എന്തൊക്കെ കൊച്ചിനോട് പറഞ്ഞ് പിടിപ്പിച്ചേക്കുന്നേ. അവളെ ഞാൻ ശരിയാക്കി കൊടുക്കാം. ഇത് നോക്കി അമ്മ മോളെ, ഈ വീട്ടിലെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇവിടെ കുളിക്കുമോളും കിളിക്കുമോളും അമ്മയും അമ്മമ്മയും എല്ലാരും വന്ന് നിൽക്കലില്ലേ. പിന്നെ എങ്ങനെ ഇവിടെ പേരുണ്ടാവുക? അവൾ ചുമ്മാ പറയാ എന്നെ കുളിക്കിനെ കളിപ്പിക്കാൻ വേണ്ടിട്ടോ. അപ്പൊ ഇത് ചെറുക്കിന് പേരില്ലേ? ആരുടെ ചക്കര നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? ഇവിടെ അങ്ങനെയൊന്നുമില്ല. അവക്കുള്ള അമ്മ കൊടുത്തോളാട്ടോ. മോളെ കിങ്ങിണി, ഇങ്ങോട്ട് വന്നേ, വാ. എന്താ അമ്മേ? ഇങ്ങോട്ട് അടുത്തേക്ക് വാ, മോക്കൊരു സമ്മാനം തരാനാ. എന്തമ്മേ? തിരിഞ്ഞെടുക്ക്. നീ വേണമെങ്കിൽ കുനിഞ്ഞോ. സമ്മാനം കിട്ടുമ്പോൾ വെയിറ്റ് കാണാൻ കുനിഞ്ഞു പോണ്ട. ഇത്രയും വലിയ സമ്മാനം. എന്തിനാ അമ്മ എന്നെ തല്ലിയേ? നീ കൊച്ചുകുട്ടികളെ എന്തൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചു കിളിക്കുമോളെ? അവളൊന്നും എനിക്ക് ചെറുതല്ലേ. സോറി അമ്മ, സോറി. നിന്റെ ഒരു സോറി ഇതിനാണ് ഓർമ്മപ്പെടുത്തൽ. അതിന് ആവർത്തിക്കരുത്. ചേച്ചിക്ക് അത് കിട്ടിയേ. നീ വല്ലാണ്ട് ചിരിക്കണം. നിനക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ശരിക്കും പ്രായമുണ്ട്, നോക്കിക്കോ. എനിക്ക് വേണ്ടായിരുന്നു.